നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ളത് പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിനുള്ളതെന്ന്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റം എന്താണെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമുക്ക് വേണ്ടി പറയാൻ വേണ്ടി പറ്റും. സിംഗിൾ എൻട്രി സിസ്റ്റം എന്താ നമ്മൾ പഠിച്ചു? എന്താണെന്നാണ് പഠിച്ചത്? സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോട്ട് കംപ്ലീറ്റഡ്, അതൊരു ഇൻകംപ്ലീറ്റ് റെക്കോർഡാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താക്കാം? അപ്പോൾ എന്താണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് തന്നെ വരിക? എന്താണ്? ഒരു സിമ്പിൾ റെക്കോർഡാണ്. അതായത് ട്രാൻസാക്ഷൻസ് ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിളായിട്ടുള്ളൊരു റെക്കോർഡാണ് എന്നുള്ളത് എഴുതാം. പിന്നെ വരുന്നത് എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? ടു റെക്കോർഡ് ക്യാഷ് റിസീവ്ഡ് ആൻഡ് ക്യാഷ് പെയ്ഡ്. അത് നമുക്ക് ക്യാഷ് കിട്ടിയതും നമുക്ക് കിട്ടിയ ക്യാഷും ക്യാഷ് പേ ചെയ്ത ക്യാഷും നമുക്ക് എന്താണ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പറഞ്ഞത് നമ്മൾ ഡെപ്റ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, നമുക്ക് ആർക്കൊക്കെ തരാനുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്? നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിലൂടെ. പിന്നെ അതേപോലെ തന്നെ എന്താണ്? ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അതിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് എന്താണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വരുന്നത് എന്താണ്? നമുക്ക് അക്കൗണ്ട്സൊക്കെ എന്താണ് വലിയ കോസ്റ്റ് ഇല്ലാതെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിലെന്താണ് നമുക്ക് റെക്കോർഡ്സൊക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യമില്ല എന്താണ്. അപ്പം അതെന്താണ് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് എന്താണ് ഈ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ അഡ്വാൻറ്റേജസ്. ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആണ് പഠിച്ചത്. ഇനി നമ്മൾ പറയാൻ പോകുന്നുണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പം ഫസ്റ്റ് വരുന്നതാണ് ഇത് ഈസി ടു മെയിൻറ്റെയിൻ ആണ്. അത് നമുക്ക് എന്താണ് പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സുഖമാണ്. കാരണം എന്താണ്? ഒരു സിമ്പിൾ മെത്തേഡാണ്. നമ്മൾ ആർക്ക് സാധനം കൊടുക്കണോ അല്ലെങ്കിൽ നമുക്ക് ആര് തരാനുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ ഇങ്ങനെ എഴുതി വെക്കാനുള്ളൂ. വേറെ എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ പോലെ ഡെബിറ്ററും ക്രെഡിറ്ററും അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എഴുതാനില്ല. അപ്പോൾ എന്താണ്? അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്താണ്? ലെസ് ടൈം കൺസ്യൂമിങ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ റെക്കോർഡ്സ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്താണ്? അതിന് മാത്രം സമയം എടുക്കുന്നില്ല. സമയം എന്താണ്? ടൈം കൺസ്യൂമിങ് ലെസ്സാണ്. പിന്നെ ലോ കോസ്റ്റ് നമ്മൾ നേരത്തെ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞ കാര്യം തന്നെ എന്താണ്? നമുക്കൊരു അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്താണ്? ഇതൊരു ലോ കോസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനുള്ള ഒരു അക്കൗണ്ടൻറ്റിനെ വെക്കണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ എന്താക്കേണ്ടി വരും? കോസ്റ്റ് ചിലവാക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്താണ്? ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യം, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യമൊന്നും ഇതിലില്ല. അപ്പോൾ എന്താണ്? അപ്പോൾ നമുക്ക് ലോ കോസ്റ്റാണ്. പിന്നെ വരുന്നത് എന്താണ്? ഇത് മെയിൻലി സ്യൂട്ടബിൾ ആർക്കാണാവുക? സ്മോൾ ബിസിനസ്സിനാണ്. അപ്പോൾ നമ്മൾ വലിയൊരു ബിഗ് ബിസിനസ് നടക്കുന്ന ഒരാൾക്ക് എന്താണ് ഒരിക്കലും ഇതൊരു സ്യൂട്ടബിൾ അല്ല. അപ്പോൾ അവർക്ക് എന്താക്കാൻ പറ്റില്ല? അവർക്കാകുമ്പോൾ എല്ലാ റെക്കോർഡ്സും കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് പറ്റില്ല. ഇതാണ് സ്മോൾ ബിസിനസ്സിന് മാത്രം സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ്. പിന്നെ എന്താണ്? കുറച്ച് ബുക്സേ ഉണ്ടായിരിക്കുള്ളൂ. എന്താണ്? കുറച്ച് എന്താണ് അവർക്ക് ബുക്സൊക്കെ പിന്നെ അതേപോലെ തന്നെ എഴുതാനുള്ളത് എന്തായിരിക്കും? കുറവായിരിക്കും. പിന്നെ വരുന്നത് ഫ്ലെക്സിബിൾ സിസ്റ്റം. ഇതെന്താണ്? നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്താക്കാൻ പറ്റും? മാറ്റാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മളെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് എന്താണ് നമുക്ക് ഇത് ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് എന്താണ്? പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ കിട്ടും. അതായത് ഇപ്പോൾ നമുക്ക് ആർക്ക് കൊടുക്കാനുള്ളത്, ആരാണ് നമുക്ക് തരാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ആർക്കാണ് കൊടുക്കാനുള്ളതിനെ കുറിച്ചിട്ട് എന്താണ് നമുക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻസ് കിട്ടും. അതാണ് ഈസി ടു നോ ഷുഡ് പേ ആൻഡ് വൂം ടു പേ എന്നുള്ളത്. ഇത്രയാണ് നമ്മളെ അഡ്വാൻറ്റേജസ് വരുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ. പിന്നെ നമുക്ക് പറയാനുള്ളതാണ് ഡിസഡ്വാൻറ്റേജസ്. അത് നേരിടുന്ന ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത്. ഇതൊരു ഫസ്റ്റ് വരുന്നത് നമ്മളതിൻ്റെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ എന്താണ് ഡെഫിനിഷനിൽ പഠിച്ചത് എന്താണ്? ഒരു ഇൻകംപ്ലീറ്റ് റെക്കോർഡാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ ഡിസഡ്വാൻറ്റേജ് തന്നെ നമുക്ക് എഴുതാൻ കിട്ടിയ ഒരു ഇൻകംപ്ലീറ്റ് റെക്കോർഡാണ്. പിന്നെ വരുന്നത് എന്താണ്? എന്ത് കഴിയില്ല നമുക്ക് ഒരു നോട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താക്കാൻ പറ്റില്ല? അക്യുറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് എത്ര ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് എന്താണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ട്രയൽ ബാലൻസ് എന്താക്കാൻ പറ്റില്ല? പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താണ്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും വേണം. പക്ഷേ ഇതിലെന്തില്ല? അങ്ങനെയില്ല. ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താണ്? നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ വരുന്നത് എന്താണ്? ഇതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമ്മുടെ ബാലൻസ് ഷീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ ഇത് വെച്ചിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താണ്? നോ പ്രോപ്പർ ചെക്കിംഗ് സിസ്റ്റം. അതിനെന്തില്ല? ക്ലിയറായിട്ട് പ്രോപ്പറായിട്ട് ഇങ്ങനെ എന്താണ് ചെക്ക് ചെയ്ത് പോരാനുള്ള സിസ്റ്റം ഇതിലില്ല. അപ്പോൾ എന്തായിരിക്കും? കൂടുതലായിട്ടും നല്ല തെഫ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കാൻ ഏറ്റവും കൂടുതൽ നല്ല ചാൻസസ് ഉണ്ട്. എന്താ ഇപ്പോൾ ഫ്രോഡ്, നല്ല മിസ്റ്റേക്സ് ഒക്കെ നടക്കുന്നതിൽ. അപ്പോൾ എന്താണ്? നല്ല ഒരു ചെക്കിംഗ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്ത് വരുന്നത് എന്താണ്? നോട്ട് റിലയബിൾ ഫോർ ബിഗ് ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? വലിയ ബിസിനസ് ഇതെന്താണ്? ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ?
സ്മോൾ ബിസിനസ് ഗ്രൂപ്പിനെ ഇത് പറ്റുള്ളൂ. ബിഗ് സൈസ് ആകുമ്പോൾ എന്താണ് അവർക്കിത് വരാനുള്ള ചാൻസ് അവർക്ക് എന്താണ് സ്യൂട്ടബിൾ അല്ല. പിന്നെ എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ ഈസ് നോട്ട് കറക്റ്റ്. അവർക്ക് എന്താണ് അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എന്താണ് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻസിന് എന്താവില്ല, ഓക്കെ ആവില്ല. എന്ന് വെച്ചാൽ അവരെ അസറ്റ് ലയബിലിറ്റി ഇതൊന്നും എന്താക്കില്ല, ഫുള്ളായിട്ട് റെക്കോർഡ് ആയിരിക്കില്ല അതിൽ.